റോയിറ്റേഴ്സ് എന്ന മാധ്യമം, ഗാർഡിയൻ ദിനപത്രം, ന്യൂയോർക്ക് ടൈംസ് എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വാർ ഈസ് ഇമ്മിനൻറ്റ് എന്ന നിലയിലാണ്. ഒരിക്കൽ പോലും ലോകത്ത് ഒരു യുദ്ധത്തിലും ഒരു വിമാനവാഹിനി കപ്പൽ മുങ്ങിപ്പോയതായി അടുത്ത കാലത്തെങ്ങും നമ്മൾ കേട്ടിട്ടില്ല. അമേരിക്കയ്ക്ക് ഒരു വലിയ പേടിയുണ്ട്. ചൈനീസ് സാറ്റലൈറ്റുകൾ എത്രത്തോളം വിവരങ്ങളാണ് ഇറാന് കൈമാറുന്നത് എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു ധാരണ ഇപ്പോൾ ഇല്ല. ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമായി ഇറാനെ മാറ്റിയെടുക്കണമെങ്കിൽ വൺ ആൻഡ് ഓൺലി തിങ്, അത് ഭരണമാറ്റമാണ്. ഇസ്രായേൽ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ ആവൂ. ചർച്ചയുടെ കാര്യത്തിലാണെങ്കിലും യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതങ്ങനെ സംഭവിക്കൂ. അമേരിക്കയുടെ വാർ ബാറ്റിൽ ഗിയർ രൂപപ്പെടുത്തി വരുന്നതിൽ തന്നെ ഇസ്രായേലിന് പങ്കുള്ളതുകൊണ്ടാണ് ഇത് ഇസ്രായേലിൻ്റെ കൂടെ യുദ്ധമാണെന്ന് പറയുന്നത്. പ്രഥമദൃഷ്ടിയ അല്ല എങ്കിലും ആത്യന്തികമായി ഇസ്രായേലിൻ്റെ കൂടെ യുദ്ധമാണ്. ഇറാൻ ആണവശക്തിയായി കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടില്ല. ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആരും തയ്യാറാവില്ല. ഇസ്രായേൽ പോലും ഒരുപക്ഷെ തയ്യാറാവില്ല. തിരിച്ചും ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടാൽ സർവനാശമായിരിക്കും ഫലം. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുടെ യുദ്ധപ്പുറപ്പാട് സമ്മർദ്ദതന്ത്രം എന്നാണ് ആദ്യ ദിവസങ്ങളിൽ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പോർവിമാനവാഹിനി കപ്പൽ കൂടി എത്തിയതോടെ യുദ്ധത്തിന് തന്നെയാണ് ട്രംപ് കോപ്പുകൂട്ടുന്നത് എന്ന് തോന്നുന്നുണ്ടോ? കാരണം റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇറാനെതിരെ US ഏറ്റവും രൂക്ഷമായ ആക്രമണം നടത്താൻ പോകുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, റോയിറ്റേഴ്സ് എന്ന മാധ്യമം, ഗാർഡിയൻ ദിനപത്രം, ന്യൂയോർക്ക് ടൈംസ് എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വാർ ഈസ് ഇമ്മിനൻറ്റ് എന്ന നിലയിലാണ്. യുദ്ധം ചെയ്യാനല്ല എങ്കിൽ വെറുതെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതിയെങ്കിൽ ഇത്രയും വലിയ സന്നാഹങ്ങൾ വേണമോ? അതൊരു ചോദ്യമാണ്. രണ്ട്, ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഒരിക്കലുമായി യുദ്ധം പരാജയപ്പെടാനാവില്ലല്ലോ. അമേരിക്ക ചെയ്യുന്ന യുദ്ധം പരാജയപ്പെട്ടാൽ പിന്നെ അമേരിക്കയില്ല. അങ്ങനെ ആകാനാവില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇറാൻ തിരിച്ചടിച്ചാൽ, ഇറാൻ തിരിച്ചടിക്കും, തീർച്ചയായും അമേരിക്കൻ താവളങ്ങൾക്കെതിരെ തിരിച്ചടിക്കും. വിമാനവാഹിനി കപ്പലുകളെയൊക്കെ നശിപ്പിക്കാൻ തക്ക ഒരു സംവിധാനം ഇറാനുണ്ടോ എന്നറിയില്ല. അത് മാത്രമല്ല, വിമാനവാഹിനി കപ്പലുകൾ ഹൈലി ഫോർട്ടിഫൈഡ് ആണ്. അതിന് ചുറ്റും തന്നെ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് മിസൈൽ പ്രതിരോധമുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പേട്രിയോട്ട് മിസൈലുകൾ ചീറിപ്പായും. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ഓപ്പറേറ്റഡ് ആകും. അതുകൊണ്ട് ഒരിക്കൽ പോലും ലോകത്ത് ഒരു യുദ്ധത്തിലും ഒരു വിമാനവാഹിനി കപ്പൽ മുങ്ങിപ്പോയതായി അടുത്ത കാലത്തെങ്ങും നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് വിമാനവാഹിനി കപ്പലുകളെ നമ്മൾ അറിയുന്നത് ഈ പാർട്ട് ഓഫ് ദ ജിയോഗ്രാഫിക്കൽ ടെറിട്ടറി ആയിട്ട് തന്നെയാണ്. അതായത് ആ അമേരിക്കയുടെ ഒരു ഭാഗം തന്നെ കടലിലൂടെ ഒഴുകി വരുന്നു വിമാനവാഹിനി കപ്പൽ എന്ന രൂപത്തിൽ. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നില്ലായിരിക്കാം. പക്ഷേ കരയിലുള്ള അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കും എന്നറിയാം. അതുകൊണ്ട് അതിനെ നിർവീര്യമാക്കാൻ എക്സ്ട്രീം ഹൈ ഫയർ പവർ ആവശ്യമാണ്. ഡിഫെൻസീവ് ഫയർ പവർ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒഫെൻസീവ് ഫയർ പവറും ആവശ്യമാണ്. കാരണം യുദ്ധം ഏതാണ്ട് പൂർണ്ണമായും ഉണ്ടായാൽ പൂർണ്ണമായും ആകാശങ്ങളിൽ നിന്നും സാറ്റലൈറ്റുകളിലൂടെയൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു യുദ്ധമായിരിക്കും. അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഒരു വലിയ പേടിയുണ്ട്. ചൈനീസ് സാറ്റലൈറ്റുകൾ എത്രത്തോളം വിവരങ്ങളാണ് ഇറാന് കൈമാറുന്നത് എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു ധാരണ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ചൈനീസ് സർവൈലൻസ് ഷിപ്പുകൾ അവിടെയുണ്ട്. ചൈനീസ് ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങളുണ്ട്. അവർ ഡേറ്റ ഷെയറിങ് എത്രത്തോളം ഇറാനുമായി നടക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ ഈ ബിൽഡപ്പ്, നാവിക ബിൽഡപ്പിനെ കുറിച്ച് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ കരയിലെ മറ്റ് ബിൽഡപ്പ്, ഇതേക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇറാന് കിട്ടുന്നതായും സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ ആ വിവരങ്ങളുടെ, ഇറാൻ ദുർബലമാണ് പൊതുവേ പറയുമ്പോൾ ഇറാൻ്റെ വ്യോമസേന. അതേസമയം മിസൈൽ സാങ്കേതിക വിദ്യ വളരെ ഡെവലപ്ഡുമാണ് ഇറാനിൽ. അതുകൊണ്ട് മിസൈലുകൾ ഏതെല്ലാം ദിശയിലേക്കാണ് ചീറിപ്പായുന്നതെന്ന് അറിയാനാവില്ല. അതുകൊണ്ട് അവയെ നിർവീര്യമാക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഒഫെൻസീവ് ആൻഡ് ഡിഫെൻസീവ് കേപ്പബിലിറ്റിക്ക് പരമാവധി സേനാവിന്യാസം. അതുകൊണ്ടാണ് ഇത് യുദ്ധത്തിലേക്ക് തന്നെ അല്ലേ നീങ്ങുന്നത് എന്ന് നോക്കി നിൽക്കുന്നവർ ശങ്കിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സമാധാന ചർച്ച കഴിയട്ടെ, സമാധാനം പരാജയപ്പെട്ടാൽ അതിനുശേഷം സാവകാശം യുദ്ധമൊരുക്കങ്ങൾ നടത്തിയാൽ മതിയല്ലോ എന്നല്ല. സമാധാന ചർച്ച നടക്കുന്നതിന് സമാന്തരമായി യുദ്ധ പടപ്പുറപ്പാട്, അത് പരമാവധി സമ്മർദ്ദപ്പെടുത്താനുള്ള തന്ത്രം തന്നെയാണ്. ഒരുപക്ഷെ എൻഡ് ജസ്റ്റിഫൈഡ് ദ മീൻസ് എന്നാണ് പ്രമാണമെങ്കിൽ തീർച്ചയായും അമേരിക്കയ്ക്ക് ഇറാൻ്റെ എണ്ണ വേണം. ഇറാൻ്റെ എണ്ണ ചൈനയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഇറാൻ അമേരിക്കയുടെ വഴിക്ക് വരണം. അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് ഇറാനിൽ കട തുറക്കാൻ കഴിയണം. അമേരിക്കൻ പര്യവേഷണത്തിന്, അമേരിക്കൻ നിക്ഷേപം ഇറാൻ സ്വീകരിക്കാൻ തയ്യാറാവണം. അതിൽ നിന്നും മാക്സിമം റിട്ടേൺസ് ലഭിക്കണം. അപ്പോൾ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമായി ഇറാനെ മാറ്റിയെടുക്കണമെങ്കിൽ വൺ ആൻഡ് ഓൺലി തിങ്,
അത് ഭരണമാറ്റമാണ്. ഈ ഭരണകൂടം നിന്നുകൊണ്ട് എത്ര കൺസെഷൻസ് ലഭിച്ചാലും ചർച്ചകളിലൂടെ പരമാവധി വരുന്നത് കൺസെഷൻ മാത്രമാണല്ലോ. ആയത്തുള്ള അലി ഖുമൈനി ഒരിക്കലും പറയില്ലല്ലോ താൻ മാറിക്കൊടുക്കാമെന്ന് പറയില്ലല്ലോ, നിങ്ങൾ വന്ന് ഇവിടെ ഭരിച്ചോളൂ, നിങ്ങൾ ഇഷ്ടമുള്ള ഗവൺമെൻറ്റിനെ വെച്ചോളൂ എന്ന് ആയത്തുള്ള അലി ഖുമൈനിയോ മസൂദ് പെസഷ്കിയാൻ എന്ന പ്രസിഡന്റോ പറയില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇറാന് പരമാവധി പറയാൻ കഴിയുക ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം തോത് കുറച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭീഷണിയാകാത്ത രീതിയിൽ ഞങ്ങളുടെ മിസൈൽ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു കൊള്ളാം. ചില ഉറപ്പുകളാണ്. ഈ ഉറപ്പുകൾ ഒരുപക്ഷെ സ്വീകാര്യമല്ല, അമേരിക്കയ്ക്കും ഇസ്രയേലും സ്വീകാര്യമല്ല. ഇസ്രയേൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകാം. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി ഇപ്പോൾ അമേരിക്കയെ കൊണ്ട് പരമാവധി നെഗോഷിയേറ്റ് ചെയ്യിപ്പിച്ച് അണ്ടർ ഡ്യൂറസ്, അണ്ടർ സ്ട്രെസ് ഒപ്പിടിപ്പിക്കുക. അതാണ് ഇസ്രയേലിൻ്റെ തീർച്ചയായും ചതുർത്ഥിയായ കാര്യം. അങ്ങനെ ഒപ്പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാൻ പിന്നെയും ജീവിക്കും, ഇറാൻ പിന്നെയും തുടരും, ഈ ഭരണകൂടം തുടരും. വീണ്ടും അവർ രഹസ്യമായി സാങ്കേതികവിദ്യയ്ക്ക് ഉണ്ടാക്കില്ലേ, അത് ഇസ്രായേലിന് തന്നെയല്ലേ ഭീഷണി. അതുകൊണ്ടാണ് പറയുന്നത് യുദ്ധത്തിലേക്ക് തന്നെ ഈ സമാധാന ചർച്ച പൊളിയേണ്ടതുണ്ട്. പൊളിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ആക്രമിക്കേണ്ടി വരുമല്ലോ, അത് അമേരിക്ക മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എങ്ങനെ പൊളിച്ചെടുക്കാം എന്ന ചിന്തയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയതും പ്രസിഡന്റുമായി സംസാരിച്ചതും. പക്ഷേ പ്രസിഡന്റ് ട്രംപ് പൂർണ്ണമായി വഴങ്ങിയിട്ടില്ല. അതൊരു ട്രിക്കാണോ ഗമ്മിക്കാണോ എന്നറിയില്ല. അതൊരു പക്ഷേ ഒരു തന്ത്രമാകാം, ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രമാകാം. ഇസ്രായേൽ പറഞ്ഞതനുസരിച്ചൊന്നുമല്ല ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമക്രമമുണ്ട് എന്ന് പറയുന്നതാകാം. പക്ഷേ ആത്യന്തികമായി ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേൽ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ ആവൂ. ചർച്ചയുടെ കാര്യത്തിലാണെങ്കിലും യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതങ്ങനെ സംഭവിക്കൂ. ഇവിടെ ഇറാനെ അമേരിക്ക പേടിക്കുന്നത് ആണവായുധത്തിൻ്റെ പേരിലാണ്. ഇസ്രായേലാകട്ടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരിലും. ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും മിസൈൽ പദ്ധതിയിൽ പിന്നോട്ടില്ല എന്നാണ് ഇറാൻ പലതവണ പറഞ്ഞത്. അപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അതൊരു കൗതുകകരമായ ഒരു ചോദ്യമാണ്. മുൻപ് എല്ലാം തന്നെ ആക്രമണം ഒറ്റയ്ക്ക് തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്നത്. അവസാനം അമേരിക്ക ജോയിൻസ് എ പാർട്ടി, ഒരു ഗ്രാൻഡ് ഫിനാലെ എന്ന നിലയിൽ അമേരിക്ക വലിയ രീതിയിൽ കടന്നു വരികയാണ്. ഇപ്രാവശ്യം ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമല്ല. പ്രഥമ ദൃഷ്ടിയ ദിസ് ഇസ് അമേരിക്കാസ് വാർ ഓർ ഇറ്റ് ഇസ് അമേരിക്കാസ് പീസ് മൂവ്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണല്ലോ പറഞ്ഞത് നമ്മൾക്ക് ചർച്ചയാകാമെന്ന്. യുദ്ധം ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്നതും അമേരിക്കൻ പ്രസിഡന്റാണ്. നമുക്ക് സമാധാന ചർച്ചയാകാമെന്ന് പറയുന്നതും അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്. ഇറാൻ അതിനോട് അനുരൂപമായി പ്രതികരിച്ചു. അത് മറ്റൊരു കാര്യം. നമുക്ക് ചർച്ചയാകാം എന്ന് പറയുന്നു. ചർച്ചയുടെ ഇതിവൃത്തം എന്തെന്നോ ഔട്ട്കം എന്തെന്നോ ഉറപ്പുകൾ എന്തെന്നോ വ്യക്തമായി രണ്ടു കൂട്ടരും പറഞ്ഞിട്ടില്ല എന്നതും വ്യക്തമാണ്. അപ്പം ഇവിടെയാണ് ദ ഇസ്രയേലി ഫാക്ടർ ബിക്കംസ് സോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ് ജൂത ലോബിയുടെ സ്വാധീനം. അമേരിക്കയിൽ യഹൂദൻ്റേതായ ലോബികളുണ്ട്. അത് ഫൈനാൻസ് രംഗത്തുണ്ട്, ബാങ്കിങ് രംഗത്തുണ്ട്, ഇൻഷുറൻസ് രംഗത്തുണ്ട്, ആയുധ നിർമ്മാണ രംഗത്തുമുണ്ട്. അമേരിക്കൻ സെനറ്റർമാരെ വലിയ രീതിയിൽ ചാക്കിലാക്കി സ്വാധീനിച്ച് ഗിഫ്റ്റുകൾ കൊടുത്ത് സ്വാധീനിച്ചോ അല്ലാതെയോ ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ നല്ല ഒന്നാന്തരം നെഗോഷിയേറ്റേഴ്സ് അല്ലെങ്കിൽ ലോബിയിസ്റ്റുകൾ ഹൈപ്പർ ആക്റ്റീവാണ്. പക്ഷേ അറബി ലോബിയിങ് അത്രത്തോളം പ്രധാനപ്പെട്ടതല്ല. അല്ലെങ്കിൽ ഇറാന് വേണ്ടി അമേരിക്കയിൽ ലോബി ചെയ്യാൻ കാര്യമായ ആരും ഉണ്ടാവില്ല. ഉണ്ട്, പക്ഷേ അത് ആ രീതിയിൽ എഫക്റ്റീവ് ആവില്ല. ഒരു ജനാധിപത്യ ക്രമത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ അമേരിക്ക. അവിടെ ഒരു തീരുമാനമെടുക്കുന്നതിന് ഒരു പാർലമെൻ്ററി കോൺഗ്രഷണൽ സപ്പോർട്ട് കൂടെ വേണം. ഇപ്പോൾ പലതും എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഡോമിനേഷനാണ്, പ്രസിഡന്റ് ഓഫ് അമേരിക്കയുടെ ഡോമിനേഷനാണ് എന്നത് ഇപ്പോഴത്തെ ഒരു രീതിയാണ്. പക്ഷേ പരമ്പരാഗതമായി ഓരോ യുദ്ധത്തിനും പാർലമെൻറ്റിന് അനുമതി വേണം. പല അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്ന പല തീരുമാനത്തിനും സെനറ്റർമാരുടെ ഒരു കൺസെൻറ്റ് വേണം. അതുകൊണ്ടാണ് സെനറ്റോറിയൽ കർട്ടസി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈസ് ഹൈപ്പർ ആക്റ്റീവ് വെൻ ഇറ്റ് കംസ് ടു ദി വാർ മെഷീനറി ഓഫ് അമേരിക്ക. അമേരിക്കയുടെ വാർ ബാറ്റിൽ ഗിയർ രൂപപ്പെടുത്തി വരുന്നതിൽ തന്നെ ഇസ്രായേൽ പങ്കുള്ളത് കൊണ്ടാണ് ഇത് ഇസ്രായേലിൻ്റെ കൂടെ യുദ്ധമാണെന്ന് പറയുന്നത്. പ്രഥമദൃഷ്ടിയ അല്ല എങ്കിലും ആത്യന്തികമായി ഇസ്രായേലിൻ്റെ കൂടെ യുദ്ധമാണ്. കാരണം പശ്ചിമേഷ്യ ഇതൊരു വളരെ ഡെലിക്കേറ്റ് ഒരു സിറ്റുവേഷനാണിത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രു അവിടെ വേണം. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ശത്രു അവിടെ വേണം. ഇസ്രായേലിൻ്റെ ശത്രുവായി ഇറാൻ വേണം, അറബ് രാജ്യങ്ങൾക്കും ശത്രുവായി ഇറാൻ അവിടെ വേണം. പക്ഷെ വേണമെന്ന് പറയുമ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ ശക്തമായ ഇറാനെ ഒരുപക്ഷെ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അവിടെ ഇറാൻ ആണവശക്തിയായി കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടില്ല. ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആരും തയ്യാറാവില്ല. ഇസ്രായേൽ പോലും ഒരുപക്ഷെ തയ്യാറാവില്ല. തിരിച്ചും ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടാൽ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് ആണവ സാങ്കേതികവിദ്യ ആയുധരൂപത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാൻ്റെ ആണവ കപ്പാസിറ്റി നശിപ്പിക്കണം. അക്കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒരേ അഭിപ്രായമാണുള്ളത്. ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾക്കും അതേ അഭിപ്രായമാണുള്ളത്. മറ്റെല്ലാ കാര്യത്തിലും
അറബ് രാജ്യങ്ങളുടെ നിലപാടും ഇസ്രയേലിൻ്റെ നിലപാടും വ്യത്യസ്തമാണ്. അതിൽ ഒന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യം. നോക്കൂ, ഇറാൻ അതിൻ്റെ ഡിഫൻസ് പാരഡൈം സെറ്റ് ചെയ്തിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അധിഷ്ഠിതമായിട്ടാണ്. കാരണം കാര്യമായ വിമാനങ്ങൾ ഉപയോഗിക്കാൻ ഇറാന് കഴിയില്ല. കാരണം സ്പെയർ പാർട്ടുകൾ കിട്ടാനില്ല. പ്രൊക്യൂർ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് വാങ്ങണം. ഇറാൻ ആഭ്യന്തരമായി വിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ അത്ര വലിയ സാങ്കേതിക ശക്തിയൊന്നുമല്ല. പക്ഷേ മിസൈലിൻ്റെ കാര്യത്തിൽ ദേ ഹാവ് ഇൻവെസ്റ്റഡ് സോ മച്ച് ഇൻ ടു ദ മിസൈൽ പ്രോജക്റ്റ്. അപ്പോൾ അത് പല റേഞ്ചിലുള്ള പല ശ്രേണിയിലുള്ള മിസൈലുകളാണ്, പല ദൂരത്തിലുള്ള 4000 കിലോമീറ്റർ, 5000 കിലോമീറ്റർ, 2000 കിലോമീറ്റർ, 1000. അതുപോലെ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം റഷ്യ കാര്യമായി മിസൈലുകൾ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ചൈനീസ് ആയുധങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതെല്ലാം പ്രതിരോധ സംവിധാനങ്ങളാണ്. അപ്പോൾ ഇറാൻ്റെ ബാറ്റിൽ ബിൽഡപ്പ് അങ്ങനെയാണ്. ഇറാൻ വലിയ വിമാനവാഹിനി കപ്പൽ കൊണ്ട് അമേരിക്കയെ ആക്രമിക്കാനൊന്നും അങ്ങ് പോവില്ല. അതുമാത്രമല്ല, ഇറാൻ്റെ മറ്റ് സേനാ വിന്യാസം മറ്റ് ഇടങ്ങളിലേക്ക് ഉണ്ടാവില്ല. അമേരിക്കയ്ക്കാണെങ്കിൽ ഗ്ലോബൽ പോളിസിയാണുള്ളത്, ഇറാന് ലോക്കൽ റീജിയണൽ പ്ലെയർ എന്നുള്ള നിലയിൽ. പക്ഷേ അവരുടെ സുരക്ഷ നോക്കണം. അതിനാൽ ഇറാൻ പരമാവധി ഒരു മിസൈൽ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതാണ് കവചകുണ്ഡലമെന്ന് പറയുന്നത്. ഇറാൻ്റെ കവചകുണ്ഡലമെന്ന് പറയുന്നത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് മിസൈൽസാണ്. അതായത് പ്രതിരോധ മിസൈലുകൾ ഇറാനിലേക്ക് അധികം ആയുധങ്ങൾ വന്ന് വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ. അതുപോലെ ഇറാന് വേണ്ടി വന്നാൽ ഇസ്രയേലിനോ മറ്റു രാജ്യങ്ങളോ ആക്രമിക്കാൻ തക്ക മിസൈൽ ശേഖരം. ഇതാണ് ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല. ഇത് കുറച്ചുകൊണ്ട് വന്നാൽ ഇറാന് നിലനിൽപ്പില്ല. സൈനികമായി ഇറാന് എതിരെ ഏതെങ്കിലും രാജ്യമൊക്കെ കടന്നു കയറും. ഇറാഖ് ഒരു പക്ഷേ കടന്നു കയറില്ല. അത് ഷിയ പോപ്പുലേഷനാണ് അവിടെ ആ ഭാഗത്ത് കൂടുതലായി ഉള്ളത്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇറാൻ ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇറാൻ കാര്യമായ പിന്തുണയൊന്നും ചുറ്റുപാടുന്ന് കിട്ടാനില്ല. പാകിസ്ഥാൻ അമേരിക്കൻ ഓർബിറ്റിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ആത്യന്തികമായി പ്രതികരിക്കുക എന്നറിയില്ല. സൗദി അറേബ്യയുമായി പാകിസ്ഥാന് ഡിഫൻസ് കരാറുണ്ട്. അപ്പോൾ സൗദിയൊക്കെ എക്സ്ട്രീംലി ഒരു ഷാർപ്പായിട്ടാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. കാരണം ഇറാനുമായി പരമ്പരാഗതമായി അത്ര നല്ല ബന്ധമല്ല. പക്ഷെ ചൈന ഇടപെട്ടാണ് സൗദി അറേബ്യയും ഇറാനെയും ഒരു ടോക്കിംഗ് ടേംസിൽ ആക്കി എടുത്തത്. ഇപ്പോൾ ചൈനയുടെ സമ്മർദ്ദവും അറബ് രാജ്യങ്ങളുടെ മേലുണ്ട് ഇൻഡയറക്റ്റ്ലി പ്രയോഗിക്കാൻ. ചൈനയ്ക്ക് നേരിട്ട് രംഗത്ത് വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഈ മിസൈൽ ശേഖരത്തിൽ കുറവ് വരുത്തണം എന്ന ഒരു ഡിമാൻഡ് അതൊരിക്കലും ഇറാന് അംഗീകരിക്കാൻ ആവാത്ത ഡിമാൻഡാണ്. ആ ഡിമാൻഡിൽ തട്ടി ചർച്ച തകരുകയാണെങ്കിൽ ആക്രമിക്കാനുള്ള അവസരമായി അതിനെ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കഴിയും.